ഹായ് ഹലോ നമസ്കാരം. ഈ ഒരു വിഷയം കുറെ നാളുകളായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഒരു വീഡിയോ കണ്ടു, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വരുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. നമ്മുടെ കണ്ണന്റെ രാധ എന്ന് പറയുന്നത് സ്വയമേ വിശേഷിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു പെരുങ്കള്ളിയെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പല സമയത്തും അവരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവര് പക്ക ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഉടായ്പ്, എങ്ങനെയൊക്കെ ആളുകളെ പറ്റിച്ച് ജീവിക്കാമെന്ന് അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ജസ്ന. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, ദേ പണി വരുന്നുണ്ട്. ഇത്രയും നാളും കണ്ണനായിരുന്നു, എല്ലാം കണ്ണനായിരുന്നു. ഇനി തൊട്ട് മാതാവാണ്. മാതാവിന്റെ ഫോട്ടോ വരയ്ക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോ, ഇനി അടുത്ത പണി നിങ്ങൾക്കിട്ടായിരിക്കും അവള് തരാൻ പോകുന്നത്. അതുകൊണ്ട് ആ പരിസരത്തെങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ ഓടിച്ചേക്കണം, പരിസരത്ത് അടുപ്പിക്കരുത്. പിന്നെ മറ്റൊരു വീഡിയോ കൂടെ കാണിക്കാനുണ്ട്. ആ വീഡിയോ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയും കൂടെ ഒന്ന് കണ്ടേക്കുക. ഒരു വീടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്കൊരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത്. എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ്, ഇപ്പയും അദ്ദേഹം ഗൾഫിലാട്ടോ. വീട് വെച്ചത് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു. അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത്. എനിക്ക് ആരുമില്ല, എനിക്ക് കൂടില്ല, കുടുംബമല്ല, എനിക്ക് 2 മക്കളേ ഉള്ളൂ. ഭർത്താവ് ഗൾഫിലാണ്. ഇത് പോണം. ഒരിക്കൽ ഗോകുലം ഗോപാലേട്ടനെ ഇത് ലോൺ അടയ്ക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു. അതായത് ചേച്ചിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് വർഷങ്ങളായിട്ട് മണലാരണ്യങ്ങളിൽ ചെന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം കഷ്ടപ്പെടുന്ന ആ ചേച്ചിയുടെ ഇതിനു മുമ്പത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമുണ്ട്, എനിക്ക് മറ്റിടത്തുനിന്ന് കിട്ടുന്നുണ്ട് പൈസ, അതുകൊണ്ട് ആരും നോക്കണ്ട, ഞാൻ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ ഇതേ സ്ത്രീ തന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞത്, എനിക്ക് വാടക കൊടുക്കാൻ പൈസയില്ല, എന്റെ വണ്ടിയുടെ CC അടച്ചിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാല് ഇന്ന് പറയുന്ന കാര്യത്തെ ഒരു ഉളുപ്പുമില്ലാതെ നാളെ തിരുത്തി പറയാൻ പറ്റുന്ന ഒരു പ്രത്യേക ജനസിപ്പെട്ടൊരു ആളാണിത്. അപ്പോൾ എന്തായാലും വർഷങ്ങളായിട്ട് ഭർത്താവ് മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഭാര്യയുടെ കൂടെ അരുണേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് കുറെ നാളുകളായിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടാവും. അരുണേട്ടനും അമ്മയും കൂടെയാണ് ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു പെൺകുട്ടീനെ ഉപദ്രവിക്കാൻ നോക്കിയത്. പ്രിയ എന്ന് പറയുന്ന വീഡിയോ എടുത്തതിന്റെ പേരിൽ ആ പെൺകുട്ടീനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ നോക്കിയ അരുണേട്ടനും അരുണേട്ടന്റെ അമ്മയും നിങ്ങളെ ഓർക്കുന്നില്ല. ആ വീഡിയോയിൽ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ അരുണേട്ടനെയും അമ്മേനെയും. അതേപോലെ തന്നെ ഇവള് വീട്ടിൽ ഇരുന്ന് പടം വരയ്ക്കുമ്പോഴത്തേന് ഫുഡ് വാരി കൊടുക്കുന്നു, ലൈവിൽ വന്നുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെ തെറി വിളിക്കുന്ന അരുണേട്ടൻ ആരാണെന്ന് ചേച്ചി പറഞ്ഞില്ല ഇതുവരെ. വീട്ടിലെ ജോലിക്കാരനോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ചേച്ചിക്കെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല, ചേച്ചി അപ്പോഴേ കേസ് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ മോശമായിട്ട് അനാവശ്യമായിട്ടൊന്നും പറയില്ല. ചേച്ചി ചിലപ്പോൾ അടുപ്പമുള്ളത് കൊണ്ട് വീട്ടിൽ ജോലിക്കും എല്ലാം വെച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സഹായിക്കാനും ഒക്കെ ആയിട്ട് ഭർത്താവില്ലല്ലോ വീട്ടിൽ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനും അവിടുത്തെ വിറക് കീറാനും കിണറ്റിൽ നിന്ന് വെള്ളം കോരാനും ഒക്കെ ആയിട്ട് നിർത്തിയ ആളാണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. അപ്പൊ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുമല്ലോ. നമുക്ക് എന്തായാലും ഞാൻ ഇനി ഒരു വീഡിയോ കാണിച്ചു തരാം. ഷെഫീന ബീവി കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു തുറന്ന യുദ്ധം തന്നെ ഈ ജസ്നയുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളാണ് ഷെഫീന ബീവി. പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാനിപ്പോ പറഞ്ഞ പോലെ ഗുരുവായൂർ വെച്ച് ജസ്നയുടെ വീഡിയോ എടുത്ത് ചോദ്യം ചെയ്ത ആ പെൺകുട്ടിയാണ് ഈ പ്രിയ എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് ഒരുപാട് അനാവശ്യവും മോശവുമായിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടി ഒരു അസുഖമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ ആ അസുഖത്തെ വെച്ചുകൊണ്ട് ഒരുപാട് വൃത്തികെട്ട രീതിയിൽ ജസ്ന കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷെഫീന ബീവിയുടെ മകനെ വെച്ചുകൊണ്ട്, ഷെഫീന ബീവി ഒരു വിധവയായിട്ടുള്ള സ്ത്രീയാണ്, അവരുടെ മകനെ ഒരു 18-19 വയസ്സുള്ളൊരു മകനുണ്ട്. ആ മകന്റെ എന്താ പറയാ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മോശം, അടിവസ്ത്രത്തില് കൈയിട്ടെന്ന് തലയിട്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു അമ്മ എന്ന രീതിയിൽ അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഏത് രീതിയിലാണ് പ്രതികരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ ന്യായമായ മാന്യമായ രീതിയിൽ ഷെഫീന നേരെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വിശദീകരിച്ചുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇന്ന് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ഷെഫീന ബീവിയുടെ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ ജസ്ന എന്ന് പറയുന്ന ഈ പെണ്ണ് ഭൂലോക ഉടായ്പാണ്. ഭൂലോക ഉടായ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ഉടായ്പ. നിങ്ങൾ എന്തായാലും ഷെഫീന ബീവിയുടെ ആ വീഡിയോ കണ്ടു നോക്കുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഹായ്, ജസ്നയാണ് വിഷയം. കണ്ണന്റെ രാധ എന്ന് ഞാൻ പറയത്തില്ല ഇനി. അതെന്തുകൊണ്ടാണെന്നാൽ എന്റെ അടുത്ത് ഒരുപാട് പേര് അവരുടെ പ്രയാസം വിളിച്ചു പറഞ്ഞു. കൃഷ്ണനെ അവർ അത്രത്തോളം വിശ്വസിക്കുന്ന ദൈവമാണ്, അദ്ദേഹത്തിനെ നിങ്ങൾ അവമാനിക്കരുത്,
അത് ഒരു കമ്മ്യൂണിറ്റി അവമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കണ്ണന്റെ രാധ എന്ന് ഇതുപോലെ മോശപ്പെട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് 18ഓളം പേർക്ക് കള്ളപ്പരാതി കൊടുത്ത് അവരുമായി ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയ ലൈംഗിക ബന്ധത്തെ അവർ വേറെ രീതിയിൽ ഹണി ട്രാപ്പിനായി ഉപയോഗിച്ച ഒരു സ്ത്രീയെ വെച്ച് കണ്ണനെ പറയരുത്. അത് ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല. ബാലാമണിയായിട്ടോ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, പലരും ഇത് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, പറയരുത്. കാരണം ബാലാമണി എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം തീവ്രമായി കണ്ണനോട് ഇഴുകിച്ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കലാകാരന്റെ അയാളുടെ വരികളിൽ കൂടെ, അയാളുടെ എഴുത്തുകളിൽ കൂടെ ആണെങ്കിൽ പോലും അത്രത്തോളം അബ്സോർബ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബാലാമണി. അതേപോലെ തന്നെ മീര, ഇങ്ങനെ കുറെ പേരുണ്ട് വെച്ച മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ളവരെ ടാലി ചെയ്തുകൊണ്ട് ഈ സ്ത്രീയെ പറയരുത് എന്നുള്ള റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്ന എന്ന് തന്നെ പറയും. അപ്പൊ ജസ്ന സലീമാണോ, ജസ്ന അരുണാണോ, ജസ്ന ഷാഹിദാണോ, ജസ്ന ഷിനീദാണോ, അല്ലെങ്കിൽ ഇനി ജസ്ന ഷിബിൻ മുഹമ്മദാണോ, ബെൻസിൻ മുഹമ്മദാണോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ജസ്ന എന്ന് മാത്രം പറയുന്നു. വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇന്നലെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ വീഡിയോ ഇതാണ്, അതിന്റെ ലാസ്റ്റ് പോർഷൻ. ഫസ്റ്റ് പോർഷൻ തൊട്ട് മോശമാണ് പറയുന്നത്. എന്റെ ഫേസ് ആണ് വെച്ചിരിക്കുന്നത്. തംബ്നെയിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ജാമിദ ആണ്. കാരണം ജാമിദയുടെ തംബ്നെയിലിന്റെ സെയിം കോപ്പി വേർഷൻ ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല കാര്യമാണ്, അതൊക്കെ നല്ലതാണ്. നിങ്ങളുടെ ഗുണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഗുണ്ടായിസൊക്കെ സൂപ്പർ. പക്ഷെ ഒരു കാര്യമുണ്ട്, പറയുന്നതല്ല എന്റെ നന്ദായെന്ന്. അതേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. കുറച്ചുകൂടെ മൂക്കണം ഷെഫീനരോട് കൊളുത്താൻ. അപ്പോ ഈ പറയുന്ന സ്ത്രീ ലാസ്റ്റ് പറഞ്ഞ ആ പോർഷൻ, അതായത് ഞാൻ കേസ് കൊടുക്കണം, കേസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ധാരണ. എങ്ങനെയാണെന്നറിയാമോ? പേര് പറയുന്നില്ല. ഞാൻ ജസ്ന എന്ന് തന്നെ പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്റെ പേര് പറയാൻ പറ്റത്തില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും. കാരണം പറയുന്നതൊക്കെ വളരെ സൂപ്പറായ സംഗതികളാണ്. അപ്പോൾ കൈൻഡ് ഇൻഫർമേഷൻ ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഈ കേസ് കൊടുത്തിട്ട് FIR ഇട്ടിട്ട് 3 ദിവസമായി. ഞാൻ എന്നിട്ട് പുറത്ത് പറയാതെ മിണ്ടാതിരുന്നതിന്റെ റീസൺ, എന്നോട് പോലീസ് നിഷ്കർഷിച്ചിരുന്നു പുറത്തേക്ക് പറയരുത്, ഞങ്ങൾക്ക് അവളെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവളെ അറസ്റ്റ് ചെയ്തു, എന്നിട്ട് ജാമ്യത്തിൽ വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കേസിലാണെന്ന് അറിയാമോ? കോടതി നിഷ്കർഷിച്ച ഒരു കേസുണ്ടല്ലോ, അത് പിന്നെ കലാപാഹ്വാനത്തിന്. ഈ വിഷയത്തിൽ അവരെ പിടിച്ചു, എന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച കിട്ടിയ ഉത്തരവില് ശനി ഞായറും നടപടിയെടുക്കാതെ തിങ്കളാഴ്ച രാവിലെയാണ് നടപടിയെടുത്തത്. ഇതൊന്നും ഭാവിക്കാതെ വന്ന് കിണിച്ചുകൊണ്ടിരുന്ന വർത്തമാനം പറഞ്ഞിട്ട് പോയ ഈ സ്ത്രീക്ക് ഞാൻ കൊടുത്ത കേസിൽ അറസ്റ്റ് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ SP കയറി കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, സാറേ ഞാനിത് പബ്ലിക് ചെയ്യും. ബിക്കോസ് ഞാൻ അനുഭവിക്കുന്നതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട്. ഒന്നാമത് എന്നെ ഒരുപാട് പേര് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ഞാൻ പലരോടും നിഷ്കർഷിക്കുന്ന ഒരു കാര്യവും, നമ്മൾ അവരോളം താഴാതെ പകരം പലരും മറുപടി കൊടുക്കാത്തെന്നും ചോദിക്കുമ്പോൾ ഞാൻ പറയണില്ല, നമ്മൾ നിയമപരമായി നീങ്ങണമെങ്കിൽ നമ്മൾ അവിടെ മറുപടി കൊടുക്കുക. കാരണം നിയമപരമായി നീങ്ങുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് കോടതിയിലാണ്. അപ്പോൾ കോടതിയിലേക്ക് മറുപടി കൊടുക്കാനിരിക്കുക, പിന്നെ നമ്മളിത് വായ്ത്താൾ അടിച്ചാൽ ശരിയായിട്ട് വരത്തില്ല. നമുക്കതിനെപ്പറ്റി അവർ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കിനെയൊക്കെ നമുക്ക് എടുത്തു വെച്ച് വീഡിയോ ചെയ്യാമെന്നതിനപ്പുറം മറുപടി കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പബ്ലിഷ് ചെയ്തത്. അപ്പം FIR ഇട്ടെങ്കിൽ 3 ദിവസമായി. ഇന്ന് മറ്റൊരു രീതിയിലും കൂടെ ഒരു FIR എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അങ്ങനെ FIRകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ആരുടെ പിരിവെടുക്കാനും പോയിട്ടില്ല. പക്ഷെ പുള്ളിക്കാരത്തി പറയുന്നത് കേൾക്കാം. അവരസങ്ങളിലിടും, ഇടിക്കും ഞാന്. എന്റെ ഇത് കാണുന്ന ആരും കേസ് കൊടുക്കാൻ പോവാത്ത എന്തേടി നിനക്ക് പോയാല്? നീ പോയി കേസ് കൊടുക്ക്. കേസ് ഞാൻ വാദിച്ചാ പോരെ, നീ പോയി കൊടുക്കടി. അപ്പൊ മറ്റുള്ളവല്ല കേസിന് വേണ്ടിയിട്ട് പൈസ ചോദിക്കാതെയും, മറ്റുള്ളവരോട് കേസ് നടത്തണമെന്ന് പറയാതെയും, മറ്റുള്ളവരോട് കേസ് കൊടുക്കുകയെന്ന് പറയുകയും ചെയ്യാതെ സ്വന്തക്ക് പോയി കൊടുക്കുമോളെ. ഭയങ്കര തറവാട്ടുകാരിയല്ലേ? മിനി ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലത്തല്ലേ ഇപ്പൊ ജീവിതം പുലർത്തുന്നത്. ഏതായാലും നവരസം എനിക്കിഷ്ടായിട്ടോ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പിരിവെടുക്കാനാണ് പറയുന്നത്. ശരി, ആയിക്കോട്ടെ. പിരിവൊന്നും എടുക്കാത്തൊരു മഹത് വ്യക്തിയാണല്ലോ. ഇപ്പൊ പ്രിയ ഓൺ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഇത് നടത്തുന്ന ഒരു കുട്ടിയുണ്ട്, പ്രിയയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നും, പ്രിയ ക്യാൻസർ പേഷ്യന്റ് ആണെന്നും, അങ്ങനെ അവളെ വ്യക്തി എത്തി ചെയ്യുന്നതിന്റെ പരമാവധി ആ പെൺകുട്ടിയെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പേര് പറയാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ കേസ് എടുത്തില്ലെന്ന് തോന്നുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഇവരുടെ ഗുണ്ടാ പ്രവൃത്തിക്ക് ഇരയായതും പ്രിയയാണ്. അപ്പൊ പ്രിയയ്ക്ക് ഇതൊരു വാശിയായി. പ്രിയ ആ വര ശരിക്ക് തനിയെ വരയ്ക്കണം എന്നുള്ളതിന് അത്യാവശ്യം ഫണ്ട് ചോദിച്ചു. പ്രിയയ്ക്ക് 1 രൂപ ഇട്ട് കൊടുത്തു മഹാറാണി. മാത്രമല്ല നിരന്തരമായി വന്നിട്ട് എനിക്ക് ഡയമണ്ട് നെക്ലസ് ഉണ്ട്, എനിക്ക് കമ്മല്, മാല, എന്നോടും പറഞ്ഞിരുന്നു. എന്നും ഒരേ ഡ്രസ് ഇട്ട് കൊണ്ടുവന്നിരുന്നു പറയാൻ നാണയില്ലേ നിങ്ങൾക്കെന്ന്. ഞാൻ അവതരിപ്പിക്കുന്ന വിഷയമാണ് മുഖ്യം. എന്നെ ഇപ്പം ഷാളിട്ടേന് സുന്ദരി എന്ന് പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല. കാരണം ഞാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുമെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ മാറ്റർ അവതരിപ്പിക്കാനാണ് വരുന്നത്, അല്ലാതെ ഫാൻസി ഡ്രസ്സിനല്ല.
അത് മാത്രമല്ല എന്റെ തഴപ്പോ മുഴപ്പോ കാണിച്ചുകൊണ്ട് രാത്രിയിലേക്ക് ആളെ ക്ഷണിക്കാനോ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല ബെഡ്റൂമിലേക്ക് ആളെ ക്ഷണിക്കാനല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ് കോഡിലൊന്നും വലിയ താല്പര്യവുമില്ല. എനിക്ക് പല വിധത്തിലുള്ള പല കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അത്യാവശ്യം അംഗവടിവങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് ചേട്ടാ ഈ പരിപാടി എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. വിധവയാണ്, എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അതും അതിന്റെ ഒരു ഭാഗം. അപ്പൊ അത് നമ്മുടെ എക്സ്പ്ലനേഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പറയുന്ന സ്ത്രീ ഭയങ്കര പണക്കാരിയാണ്. താമരശ്ശേരിയിലാണ് ഇവർ വീട് വെക്കുന്നത്. ജാമിതയും ബൈജും ഇപ്പോ ഇവർ താമസിക്കുന്ന വീട്ടിന്റെ അവിടെ വന്നാണ്. ഇപ്പൊ ഇവളെന്റെ കാറ് കാണിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ പോയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ മഹലിലേക്കാണ് പോയിട്ടുള്ളത്. ഇവരെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ജാമിതയും ബൈജും. അപ്പൊ അവർ കാണിച്ചത് എന്താണ്, ഇത് കണ്ടോ ഇത്രയും ചെറിയ വീടിനാണോ ഇവർ കോടിക്കണക്കിന് രൂപ ചെലവ്. ഈ വീടല്ല, താമരശ്ശേരി ഓട്ടോറിക്ഷ ഡ്രൈവറായ ഇവളുടെ ഫാദറിന് വേണ്ടിയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ ഒരു ദിവസം പുറത്തുവിടാം, ഇപ്പോഴില്ല, തൽക്കാലമില്ല. അപ്പൊ ആ വീടിനെ പറ്റിയാണ് സാധാരണ അത് ഒരു കോടി രൂപയ്ക്കോ അത്ര കോടി രൂപയ്ക്കോ കണ്ടാണ് വീട് വെക്കുന്നതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ വരുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, കാറുണ്ട്. സ്വന്തമായി കാറൊക്കെ ഓടിച്ചു പോകുന്നത് കണ്ടില്ലേ, നല്ലതാണ്. പെൺകുട്ടികൾ അങ്ങനെയൊക്കെ ആവുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ മറ്റൊരു മേഖലയിൽ നിന്നുകൊണ്ട് പണം സമ്പാദിക്കുന്നതിന് എനിക്ക് എതിർപ്പുള്ളൂ. വേറെ പെൺകുട്ടികൾ കാറൊക്കെ ഓടിക്കുന്നതൊക്കെ നല്ലതാണ്, നല്ല സൂപ്പർ കാര്യങ്ങളാണ്. പിന്നെ പള്ളി വെച്ച കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒന്ന് കോപ്പി അടിക്കുന്നുണ്ട്. അപ്പൊ നീ എന്നെ കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. സെക്കൻഡ് തിങ്, ഒരുപാട് സ്വർണവും ഒരുപാട് ജുവൽസും കാറും വലിയ ബംഗ്ലാവും ഒക്കെ വെക്കുന്ന നീ ഭിക്ഷ എടുത്തതായിട്ട് ഒരു തെളിവ് ഞാൻ വെച്ചാൽ സമ്മതിക്കോ? ഇനി ഇതിപ്പോ നീ അല്ലെന്ന് പറയരുത്, മോർഫ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് പുതിയ ഐഡിയ കൊണ്ട് വരരുത്. നീ ഇട്ട ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ചൂണ്ടിയെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഭിക്ഷ എടുക്കുന്ന പിച്ചക്കാരിയെ നോക്കുക. ഞാൻ ജസ്ന സലീം, ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു കൊച്ചു കലാകാരി. എനിക്ക് ഒരു വലിയൊരു സ്വപ്നം എന്താന്ന് വെച്ചാല് 2023 ജനുവരി 1-ാം തീയതി ഗുരുവായൂർ 101 ഫോട്ടോ സമർപ്പിക്കണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കടമ തന്നെയാണ്. അതിനുള്ള കടമ കടക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോ നിങ്ങളും കൂടി എന്റെ കൂടെ നിൽക്കുക വെച്ചാൽ എന്റെ ഈ സ്വപ്നം സാധിക്കും. നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എത്ര തന്നെയാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളും കൂടി എന്റെ കൂടെ ഒപ്പം ചേർന്ന് നിന്ന എന്റെ ഈ ആഗ്രഹം പൂവണിയും. അതിനുവേണ്ടി നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ ഇതിന്റെ താഴെ എന്റെ അക്കൗണ്ട് നമ്പറും മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എന്റെ കൂടെ നിന്ന് എന്നെ ഒന്ന് സഹായിച്ച് എന്റെ ഈ ഒരു സ്വപ്നം സാധിക്കാൻ വേണ്ടി എന്റെ കൂടെ നിൽക്കണം. നീ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ പ്രവൃത്തി പ്രിയ ചെയ്തപ്പോ പ്രിയയ്ക്ക് 1 രൂപ ഇട്ട് കൊടുത്ത ഭിക്ഷക്കാരിയായ നീ എന്ത് അർഹതയിലാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ കൊണ അടിക്കുന്നത്? ഇങ്ങനെ പല്ലും കാണിച്ചിരുന്നു കൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സ്ത്രീ സമൂഹത്തെ തന്നെ ഒന്നടങ്കം അപമാനിക്കുന്ന വൃത്തികേട് പറയുന്ന നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നൊന്ന് പറഞ്ഞു തരാമോ? മക്കളുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോ തന്നെ പറയുന്നത് എല്ലാവർക്കും മക്കളുണ്ടത്. ജാമിതയുടെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം മകളെ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് ഷെഫീനയല്ല, ജാമിത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഫിജോ ജോസഫിന്റെ മക്കളുടെ കാര്യം, ഫിജോ ജോസഫിന്റെ പെൺമക്കൾക്കൊക്കെ തന്നെ കേസുകളുണ്ട്, പ്രതികളാണ് അവര്. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആരാണ് സ്വന്തം മക്കളെ അങ്ങനെ പിഴപ്പിച്ചത്? ഞാനാണോ? സ്വന്തം മക്കളെ ഒരാൾ പിഴപ്പിച്ചെങ്കിൽ കേസ് കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പൊ പിഴപ്പിച്ചു എന്ന് പറയുന്നത് സത്യമാണ്, അതുകൊണ്ടാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. 1-2 കേസാണെങ്കിൽ ഓക്കെ. ഒരമ്മയുടെ കെടുകാര്യസ്ഥതയാണ് മക്കളെ പലതവണ പലരാൾ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അത് ക്ലിയർ അല്ലേ? ആരാണ് സ്വന്തം മക്കൾക്ക് അങ്ങനെ ഒരു പേരുണ്ടാക്കി കൊടുക്കുന്നത്? ഷെഫീനയാണോ അതോ അവരാണോ? ഇനി ആരാണുള്ളത്? ഇനി പുതിയ ആരാ? വേറെ ബൈജുവിന്റെ മക്കളെ ഞാൻ പറഞ്ഞിട്ടില്ല, ആരിഫ് ഹുസൈൻ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ എതിർത്ത് നിൽക്കുന്നവരുടെ എല്ലാം കുട്ടികളെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാളുടെ മക്കളെ പറയാനായിട്ട് ഞാൻ പോയിട്ടില്ല. തനൂജയുടെ കേസ് അത് ഇതിന്റെ കൂടെ പറഞ്ഞില്ല, ഇനി അതും കൊണ്ടുവരും. തനൂജയുടെ മകളെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. തനൂജയും തനൂജയുടെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. കാരണം മകൾ ഇതുപോലെ തെണ്ടി തിന്നുകയാണെങ്കിൽ അമ്മ അത് വിലക്കേണ്ട ആവശ്യം അമ്മയ്ക്കുണ്ട്. കൈകാലിക സ്വാധീനമുള്ള മകൾ, ആരോഗ്യമുള്ള മകൾ ജോലിയെടുത്ത് ജീവിക്കട്ടെ, അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, ഞാൻ ഒരു മക്കളെയും പറയാൻ പോയിട്ടില്ല. എന്റെ കുട്ടികളെ പറഞ്ഞത് ഒരുപാട് മോശങ്ങൾ പറയുന്നുണ്ട്, ഇത് കുണ്ടന ഇത് ഒരുപാട് പറയുന്നുണ്ട്. ഞങ്ങളത് ബോധർ ചെയ്യുന്നില്ല, ഞാനും എന്റെ മക്കളോ അതിനെപ്പറ്റി കെയർ കൊടുക്കുന്നില്ല. പക്ഷെ അനാവശ്യമായ ഒരു കുപ്രചരണം നടത്തുമ്പോൾ അത് ബാധിക്കപ്പെടുന്നത് എന്റെ കുട്ടികളുടെ സോഷ്യൽ ലൈഫാണ്. ഞാൻ ഒരു യൂട്യൂബർ ആയത് കാരണം, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പുറത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ അത് അനുഭവിക്കേണ്ട കാര്യമില്ല. ആ ഒരു വിഷയത്തിൽ എനിക്ക് ചെറിയ സങ്കടം വന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്റെ കേസ് അക്സെപ്റ്റ് ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. എന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി വീണെങ്കിൽ കടലോളം സ്നേഹം എനിക്ക് വാരിക്കോരി തന്ന എന്റെ സബ്സ്ക്രൈബേഴ്സും എന്റെ കൂടെ നിൽക്കുന്നവരും എനിക്ക് അത്രത്തോളം എന്നെ അവര് സംരക്ഷിക്കുന്നുണ്ടെന്നും എന്റെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു അവസരമായിട്ട് ഞാനത് അംഗീകരിക്കുന്നു. നട്ടപ്പാതിരയ്ക്ക് കട്ട പാരയും എടുത്തുകൊണ്ട് കക്കാൻ പോകുന്നതിൽ ഇതിനേക്കാൾ മാന്യതയുണ്ടെന്ന് ഞാൻ പറയും. എരന്നു തിന്ന നീ ആ പെൺകുട്ടിയെ, അവളുടെ അസുഖത്തെ, അവളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ആ ഒരു
പ്രോബ്ലത്തിനെ ഒക്കെ വളരെ വൾഗറായ രീതിയിൽ അവതരിപ്പിച്ചിട്ട് നിനക്ക് എന്ത് അധികാരമാണുള്ളത് മറ്റുള്ളവരുടെ മക്കൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ? കുട്ടികളില്ലാത്ത ഒരു സ്ത്രീയുടെ വേദന ഞാൻ പറയാതെ അറിയാമല്ലോ. ഏറ്റവും തീവ്രവും ഭയാനകവുമാണത്. സമൂഹം അവക്ക് കൊടുക്കുന്ന ആ ഒരു ടോർച്ചർ, അതിൽ കൂടെ ജീവിക്കുന്ന അവളെ ആ ഒരു വിഷയം തന്നെ പറഞ്ഞ് വീണ്ടും വീണ്ടും കളിയാക്കാം. ക്യാൻസർ ഒരു മാരക അസുഖമാണ്, ആർക്കും വരാം. ഒരാളുടെ അസുഖത്തെ ചൊല്ലി അസുഖത്തെ വെച്ചുകൊണ്ട് വളരെ പോക്രിത്തരമായി പറയുന്ന ഈ സ്ത്രീ ഏത് രീതിയിലാണ് മാപ്പർഹിക്കുന്നത് പറഞ്ഞേ? ഇനി ഭിക്ഷയെടുത്ത് ഞാൻ കേസ് നടത്തുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യും. നിന്നെപ്പോലെ അപ്പം വയ്ക്കാൻ എനിക്ക് അറിയത്തില്ല. 2, കൈകാല് സ്വാധീനമില്ലടി. കാലിഞ്ഞൊണ്ടിയാണ്, ഓഫ് കോഴ്സ് കാലിഞ്ഞൊണ്ടിയാണ്. ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയത് എന്റെ മതസമൂഹത്തെ നീ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ്. അവഹേളിക്കാൻ, കലാപമുണ്ടാക്കാൻ, എന്റെ സമൂഹത്തിലുള്ള മനുഷ്യരെ ഒരു ഗുജറാത്ത് കൂടെ ഇവിടെ ആവർത്തിക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. എന്റെ സിൻസിയറിറ്റിയെ ചോദ്യം ചെയ്യാനായിട്ട് പല കോപ്പും പടക്കോപ്പും നീയൊക്കെ അപ്പുറത്ത് കൂട്ടിയിട്ടും നടക്കാത്തത് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു എവിഡൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ അതിനല്ല നിൽക്കുന്നത്. അങ്ങനെയുള്ള എന്നെ അവർ സഹായിക്കുന്നെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് അവർ ഫണ്ട് തന്നെങ്കിൽ അത് ഞാൻ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണോ ഞാൻ അവരോട് ഫണ്ട് ചോദിച്ചത് ആ കാര്യം ഞാൻ വളരെ മനോഹരമായി നിർവഹിച്ചിട്ടുമുണ്ട്. കൃത്യം അവരോട് ഞാൻ പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ സാധിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഒരുപക്ഷെ അവർ തന്നതിനേക്കാൾ 3 ഇരട്ടി ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് അവർ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്താൽ എന്റെ സഹോദരങ്ങൾ എന്നെ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെലവിനോ തരുന്നെങ്കിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിക്കും. അത് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും. അത് ഞാൻ തുറന്നു തന്നെ പറയും. നിന്നെ പോലെ ചെയ്തിട്ട് ആ വീഡിയോയിൽ മുക്കിയിട്ട് നടക്കുന്ന ആളല്ലെന്ന്. നിങ്ങൾ റിപ്പോർട്ട് അടിക്കുന്നത് കൊണ്ടാണ് എന്റെ ചാനലിൽ നിന്ന് അത്തരം വീഡിയോകൾ മറഞ്ഞു പോകുന്നത്. എനിക്ക് അക്കൗണ്ട് നമ്പറോ GPയോ വയ്ക്കാൻ വയ്യാത്തൊരു അവസരം ഉള്ളതും അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ മുക്കുന്നതല്ല, ഞാൻ മുക്കില്ല. ഞാൻ എന്തിനു ചോദിച്ചോ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരവും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യും. ഇനിയും ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുക തന്നെ ചെയ്യും. അതിനാണ് പേയ്മെന്റ് ചോദിച്ചത്. നിന്റെ പേർക്ക് കേസ് കൊടുക്കാൻ എനിക്ക് അവരുടെ പേയ്മെന്റിന്റെ ആവശ്യമില്ല. എന്റെ ഉള്ളിലെ അമ്മ മാത്രം മതി, അമ്മ മനസ്സ് മാത്രം മതി നിനക്കെതിരെ കേസ് കൊടുക്കാൻ. ചെയ്തില്ലേ, തന്നില്ലേ, നീയല്ലേ പറഞ്ഞത്. ഇനി നീ ഇത് വാദിക്കേ, ഞാൻ കാണട്ടെ. മാത്രമല്ല കൂടെയുള്ള ആ കള്ളനില്ലേ അവനെയും കൂടെ കൊണ്ടുപോകും. സ്ത്രീകളെ അസഭ്യം പറയുന്നത് വലിയ കേമത്തരമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് നിന്റെ മകൾക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു അമ്മയായ നീ ചെറിയ പിള്ള കളിക്കരുത്. നിന്റെ വയസ്സെത്ര? നീ എന്താ തുള്ളുന്നേ? എല്ലാവരും തള്ളയാണോ? നീ മാത്രം ഒരു കുഞ്ഞാവയോ? വെട്ടിക്കുകയാണല്ലോ നീ. എടി, സ്വന്തം കാലിലെ മന്ത് മാറ്റിയിട്ട് വേണം മറ്റൊരുത്തന്റെ മുഖത്ത് കുരുവോ പരുവോ ഒക്കെ നോക്കിയിട്ട് ആക്ഷേപവും അധിക്ഷേപവും പറയാനായിട്ട്. 40 കെട്ടി 4 കെട്ടി എന്നൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കി അങ്ങ് വായ്ത്താളം അടിക്കണം. നിന്റെ കെട്ടിയവൻ എവിടെയാവൻ? നാട്ടിലിറങ്ങാൻ പോലും ആവാതെ ദൂരദേശത്ത് അതേപോലെ പെട്ടുകിടക്കുന്ന ഒരുത്തൻ. എങ്ങനെ അവൻ പെട്ടു? അയൽവക്ക ചണ്ടയെ പീഡനമാക്കി മാറ്റിയപ്പോൾ അവർ കാര്യപ്രാപ്തിയോടുകൂടി CCTVയും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തപ്പോൾ കൃത്യമായ കാര്യം പുറത്തേക്ക് വന്നു. അതിൽ മാപ്പിള പ്രശ്നത്തിലായി. അതങ്ങനെയാണ്. നമ്മുടെ നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്, അടുക്കള നന്നായില്ലെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങൾ ഇടിമേടിക്കുമെന്ന്. അതാണ് നിന്റെ മാപ്പിളയ്ക്ക് വന്ന ഗതികേട്. അവൻ വെറും ഡമ്മി പീസ്. കൂടെ നടക്കുന്ന ഒരുപാട് മാപ്പിളമാരിൽ ഒരുത്തനെ വെച്ചിട്ട് നീ എല്ലാവരെയും തെറി വിളിച്ചാൽ, നീ ഏത് പെണ്ണിനെ തെറി വിളിച്ചാലും ഫ്രീ ഓഫ് കോസ്റ്റ് അവൾക്കുള്ള എല്ലാ സാമ്പത്തിക സഹായവും ഞാൻ ചെയ്തു കൊടുത്ത് നിയമത്തിന്റെ മുന്നിൽ ഞാൻ നിന്നെ കൊണ്ടുവരും. നീ നാളിതുവരെ ചെയ്ത സർവ്വ കള്ളത്തരങ്ങളുടെയും A to Z ക്ലിയർ ആയിട്ടുള്ള സാധനം ഞാൻ പുറത്തു കൊണ്ടുവന്ന് കൊടുക്കും. നോ ഇല്ലീഗൽ, സ്ട്രെയിറ്റ് വേ, വിത്ത് നമ്പർ, വിത്ത് FIR ഡോക്യുമെന്റ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് പറയും. ഓരോ മനുഷ്യരുടെയും, ഇവൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത ഓരോ വ്യക്തികളുടെയും ഡീറ്റെയിൽസ് ഞാൻ പബ്ലിക്കിന് കൊണ്ടുവന്ന് തരും. നിങ്ങൾ തീരുമാനിക്കുക ചതിക്കപ്പെട്ടത് ആരാണ്, ആരെയാണ് പീഡിപ്പിച്ചത്, ആർക്കെതിരെയാണ് കേസ് കൊടുത്തത്, എന്തായിരുന്നു എന്നുള്ളത് ഓരോ വ്യക്തികളെയും കൊണ്ടുവന്ന് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു തരും. ഇത് എന്റെ മകനെ നീ അപമാനിച്ചതിന് ഞാൻ എന്ന അമ്മ നിനക്ക് തരുന്ന പണിഷ്മെന്റാണ്. മനസ്സിലായോ? ഒരു നിമിഷം എന്റെ കണ്ണൊന്ന് ചിമ്മി ഒന്ന് പതറിയപ്പോ നീ അങ്ങ് സന്തോഷിച്ചു. നിന്റെ കൂടെയുള്ള ചെന്നായി കൂട്ടവും സന്തോഷിച്ചു. അമ്മയാണടി, ഞാൻ അമ്മയാണ്. മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന, പൊന്നുപോലെ നോക്കുന്ന, മക്കൾക്ക് വേണ്ടി പ്രാണം കളയുന്ന, ജീവിതം മാറ്റിവെച്ച എന്റെ പൊന്നുമക്കളുടെ പൊന്നുമ്മയാണ് ഞാൻ. എനിക്ക് സങ്കടം ഉണ്ടാവും. നിന്നെ പോലെയല്ല ഞാൻ. എന്റെ മക്കളെ വെച്ച് പോക്സോ കൊടുക്കാനോ എന്റെ മക്കളെ വെച്ച് നിനക്ക് പീഡന പരാതി കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് കോംപ്രമൈസ് ചെയ്ത് പൈസ വാങ്ങാനോ ഒന്നും ഞാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. ഇനിയൊട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെ അവമതിച്ച കേസാണ്, പീഡന പരാതിയല്ല. എന്റെ മക്കൾ അതിന് കിട്ടത്തില്ല. ഞാൻ അതിനല്ല അവരെ പ്രസവിച്ചതും വളർത്തുന്നതും. നാളെ നാടിന് മാതൃകയാവുന്ന രീതിയിൽ 2 ആൺമക്കളെ ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടാ മരണപ്പെട്ടു പോണെങ്കിലും പോകുന്നത്. അന്തസ്സോടെ അഭിമാനത്തോടു കൂടി എനിക്ക് മരിക്കാം. എന്റെ മക്കളെ ഒരാളും കളിയാക്കത്തില്ല. തോന്നിവാസിയായി, വൃത്തികേടായി, വൃത്തികെട്ട രീതിയിൽ ജീവിച്ച അമ്മയെന്ന് ഒരിക്കലും എന്റെ കുഞ്ഞുങ്ങൾക്കൊരു പേരുണ്ടാവില്ല. അത് തന്നെയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും. നിന്റെയോ നിന്റെ കൂട്ടുകാരന്റെയോ ടൈം ലൈനിൽ വരുന്ന കമന്റ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ
നീ എന്താണെന്നും നിനക്ക് പൊതുസമൂഹം തരുന്ന വാല്യൂ എന്താണെന്നും അതിനകത്തുണ്ട്. നിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ സെയിം വേവ് ലെങ്ത് ഉള്ളവരാണെന്ന് മനസ്സിലാക്കാൻ അവരുടെ കമന്റ് സെക്ഷൻ മാത്രം നോക്കിയാൽ മതിയാവും. അപ്പൊ എങ്ങനെ സുലാൻ, നിനക്കിതിന് മറുപടി ഉണ്ടാവും, പറയണേ, കേൾക്കാൻ ആഗ്രഹമുണ്ട്. കഞ്ഞാ കഞ്ഞന്റെ കുഞ്ഞാ കഞ്ഞാ ചത്തുടടി പിച്ചക്കാരി. ആരടി പിച്ച എടുത്തത്? നീ ഭിക്ഷ എടുത്തു. എന്നിട്ട് ആ പാവപ്പെട്ടോളെ പറയണ ഭിക്ഷക്കാരി. പോയി ചാവടി, അതല്ലേ നല്ലത്. ഇങ്ങനെ ജീവിക്കാതെ